ഹായ്, അപ്പോൾ ഇന്നും ഒരു ലൈവ് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഈ ലെവൽ വരെ, ആ ടോപ്പ് ലെവൽ വരെ പോകുന്നതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 80 എബോവ് പോയിൻറ്റ്സോളം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം. കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ ആ സോൺ വരച്ചിട്ടുണ്ട് മുകളിൽ. ഓക്കെ, ആ റേഞ്ചിൽ എന്താണ് കൂടുതൽ സെല്ലിംഗ് പ്രഷർ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ താഴെ മാർക്ക് ചെയ്യുന്ന ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ കൂടുതൽ ബൈയിങ് പ്രഷറുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, രണ്ട് ചാൻസാണ് ഉള്ളത്. ഒന്ന്, ഇവിടെ നിന്ന് നല്ല പ്രഷർ കാണിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡെഫിനറ്റ്ലി അവിടേക്ക് പോകും. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസ്ക് എൻട്രി എന്നുള്ളത്, ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ വരച്ചിട്ടുള്ള ആ ഒരു ലൈനിന് മുകളിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു സോണിലേക്ക് വന്നിട്ടായിരിക്കും പോവുക. ഇനി 300 എന്നുള്ള ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മീൻസ് പുട്ട് സൈഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ റീപ്ലേ ബാർ ഇട്ട് കാണിച്ച് തരാം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, നമ്മൾ പറഞ്ഞു കൊടുത്തുനിന്ന് മാർക്കറ്റ് ഒരു 95 റേഞ്ച് വരെ മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സോൺ എത്തുമ്പോൾ നിങ്ങൾ എക്സിറ്റ് അടിച്ച് മാറിക്കോ, നിങ്ങൾ ഹോൾഡ് ചെയ്യണ്ട. ഇനി 300 മുകളിലേക്ക് നല്ലൊരു 5 മിനിറ്റ് ബോഡി ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഹോൾഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്താൽ മതി. അതായത് മേടിച്ച വിലയിലേക്ക് വെച്ചിട്ട് ഹോൾഡ് ചെയ്താൽ മതി. അല്ലാത്തൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാം. എങ്ങനെ നോക്കിയാലും ഇന്ന് മോർണിംഗും പ്രോഫിറ്റാണ്, ഇപ്പോൾ ഈ കൊടുത്ത എൻട്രിയും പ്രോഫിറ്റാണ്. ഓക്കെ, ഇവിടെ ലോസ് കുറവാണ്. അപ്പോൾ 300 മുകളിലേക്ക് വന്നാൽ പമ്പിങ് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് നേരെ റിവേഴ്സിലാണ് കാണിച്ചിട്ടുണ്ടായത്. കാരണം അത്രയും പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രയൽ ചെയ്ത SL വന്ന് അടിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. ഞാൻ പറയുന്നത് ഇത് വെറുതെ പറഞ്ഞു തരുന്നതല്ല, അല്ലെങ്കിൽ വെറുതെ ഒരു എൻട്രി ഇടുന്നതല്ല. നമ്മൾ ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതായത് അത്രയും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒറ്റ കാര്യം ചിന്തിക്കുക, ഒരു കാരണം വേണം. നമ്മൾ എന്തുകൊണ്ട് ട്രേഡ് എടുക്കുന്നു, എന്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നു പറയുന്നു, എന്തുകൊണ്ട് താഴേക്ക് വരുന്നു പറയുന്നു, അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. എപ്പോഴും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും എൻ്റെ വീഡിയോസിൻ്റെ ആ ഒരു എന്താണ് തംബ്നെയിലിൻ്റെ അവിടെ, അല്ലെങ്കിൽ ഞാൻ കൂടുതലും വോയിസ് ആയിട്ടും പറയണത് പഠിച്ചാൽ തന്നെ കിട്ടുള്ളൂ. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടാണ് എനിക്കൊരു വ്യൂ ഉണ്ടായത് തന്നെ. ഞാനെന്നാൽ ഈ നോർത്ത് ഇന്ത്യൻസ് പറയുന്ന പോലെ ഒന്നും എനിക്ക് പക്കായിട്ട് പറയണമെന്ന് അറിയില്ല. ഞാനിതിൽ സസ്റ്റെയിൻ ചെയ്ത് കുറേ നേരം ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ കുറേ കാലം കഴിയുമ്പോൾ ഇതിലും ബെറ്റർ ആവും. അപ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങൾ അതിന് പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ആൻഡ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും പറ്റും. ഇതെല്ലാ മനുഷ്യന്മാർക്കും പറ്റും ചെയ്യാനായിട്ട്. ഒന്ന്, നമുക്ക് പ്രോപ്പറായിട്ടൊരു ഐഡിയ ഉണ്ടാവണം. പിന്നെ രണ്ടാമത്തെ, ട്രേഡ് എടുക്കാൻ ധൈര്യം വേണം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ മറക്കരുത്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കോറായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു കേസ് പറഞ്ഞാൽ കോറായിട്ട് സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പ് ഇന്ന് ബുള്ളിഷിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ബുള്ളിഷിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് പോയത് കിളി പോയി. അത് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എൻ്റെ സെറ്റപ്പ് ഇത്രയും പ്രോപ്പറാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും വലിയ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.